ഇറാൻ യുദ്ധത്തിനൊപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രഹരമേൽപ്പിക്കാനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനെതിരായ യുദ്ധത്തിനൊപ്പം തന്റെ സ്വന്തം തീരുവ യുദ്ധം കൂടി നടത്താൻ ട്രംപിന്റെ മുന്നൊരുക്കം. ഇന്ത്യയടക്കം 60 രാജ്യങ്ങൾക്ക് 10 മുതൽ 12.5% വരെ അധിക തീരുവ ചുമത്താൻ ഏതാണ്ട് തീരുമാനമായത് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജേമിസൺ ഗ്രീർ വ്യക്തമാക്കി. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. നിലവിൽ ട്രംപ് ഭരണകൂടം ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ചുമത്തുന്ന 10% തീരുവയുടെ കാലാവധി ജൂലൈ 24-ന് അവസാനിക്കും. അതിനു പിന്നാലെ പുതിയ തീരുവ ചുമത്താനാണ് നീക്കം. കയറ്റുമതി, ഫാക്ടറികളുടെ പ്രവർത്തനം, തൊഴിൽ എന്നിവയിൽ വിവേചനം, ചൂഷണം എന്നിവ ചൂണ്ടിക്കാട്ടി ഇന്ത്യ അടക്കം 60ഓളം രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഭരണകൂടം സെക്ഷൻ 301 പ്രകാരം വിവിധ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ കുറ്റം തെളിഞ്ഞെന്ന് ആരോപിച്ചാകും പുതിയ തീരുവ പ്രഖ്യാപിക്കുക. ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്, നോർവേ, ഇന്തോനേഷ്യ, മലേഷ്യ, കംബോഡിയ, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം, തായ്വാൻ, ബംഗ്ലാദേശ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഭീഷണി. ബ്രസീലിനുമേൽ ട്രംപ് കഴിഞ്ഞ ദിവസം 25% അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. കാനഡയ്ക്കുമേൽ 50% അധിക തീരുവ ഉടൻ പ്രഖ്യാപിക്കുമെന്ന ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമുസിലെ ചെങ്കടലിലെയും പ്രതിസന്ധിയും ഇപ്പോഴേ ആഗോള സമ്പദ് മേഖലയെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇരട്ടയടിയായി ട്രംപ് തീരുവ യുദ്ധത്തിന് വീണ്ടും തിരികൊളുത്തുന്നത്. ഇന്ത്യയുടെ GDP വളർച്ചാ പ്രതീക്ഷ നേരത്തെ തന്നെ വെട്ടിക്കുറച്ച രാജ്യാന്തര നാണയനിധി കൂടുതൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ക്രൂഡ് ഓയിൽ വില വർധന ഇന്ത്യയെ സാരമായി ബാധിക്കുമെന്ന് IMF വ്യക്തമാക്കി. നേരത്തെ GDP വളർച്ച അനുമാനം 6.5-ൽ നിന്നും 6.4%-ലേക്ക് IMF താഴ്ത്തിയിരുന്നു. എൽനിനോ ആഘാതവും ഇന്ത്യയെ കൂടുതൽ തളർത്തുമെന്നാണ് IMF പറയുന്നത്. ഇതിനിടെ നിർമ്മിത ബുദ്ധി യുദ്ധം മുറുകുന്ന പശ്ചാത്തലത്തിൽ ചൈനയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചേക്കാമെന്ന് സൂചനയുമായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രംഗത്ത് വന്നു. ചൈനീസ് കമ്പനികൾ മേൽക്കൈ നേടുന്നത് US കമ്പനികളായ ഓപ്പൺ AI, ആന്ത്രോപിക് തുടങ്ങിയവയ്ക്ക് തിരിച്ചടിയാണ്. മൂൺഷൂട്ട് AI എന്ന ചൈനീസ് സ്റ്റാർട്ടപ്പ് അടുത്തിടെ പുറത്തിറക്കിയ കിമി K3 എന്ന AI മോഡൽ അതിവേഗമാണ് തരംഗമായത്. ഇതാണ് US കമ്പനികളുടെ ആശങ്ക. എന്നാൽ US ടെക്നോളജി മോഷ്ടിച്ചാണ് ചൈന ഇതൊക്കെ ചെയ്യുന്നതെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും ആരോപിച്ചാണ് ഉപരോധ നീക്കം. ഇറാനെതിരെ സമാധാന നീക്കങ്ങളിലേക്ക് കടന്നേക്കുമെന്ന പ്രതീക്ഷകളെല്ലാം ട്രംപ് ഇതിനിടെ കാറ്റിൽ പറത്തി. ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും US ആക്രമണം വ്യാപിച്ചേക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ ചെങ്കടലിൽ ഹൂതികളും കപ്പൽ ഉപരോധം തുടങ്ങിയത് ക്രൂഡ് ഓയിൽ വില കുതിക്കാനിടയായി. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 2.01% വർദ്ധിച്ച് $91.03. US ക്രൂഡ് വില 0.37% ഉയർന്ന് $84.65. ഇതിനിടെ ചെങ്കടൽ വഴി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും തിരിച്ച 2 എണ്ണ ടാങ്കറുകൾ ഹൂതികളുടെ ആക്രമണം ഭയന്ന് തിരികെ പോയെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദിയിൽ നിന്നും ചൈനയിലേക്ക് തിരിച്ച ഷിൻലോങ് യാങ്, ഇന്ത്യയിലേക്ക് പുറപ്പെട്ട റോഡോസ് എന്നിവയാണ് തിരികെ പോയത്. ഷിൻലോങ് യാങ്ങിൽ 20 ലക്ഷം ബാരലും റോഡോസിൽ 7 ലക്ഷം ബാരലും എണ്ണയുണ്ടായിരുന്നു. ചെങ്കടലും ഹോർമുസ് പോലെയാകുന്നുവെന്ന സൂചനയാണിത് നൽകുന്നത്. യുദ്ധം ചെങ്കടലിലേക്കും പടർന്നേക്കാം. ഹോർമുസിലെ കപ്പൽ ആക്രമണങ്ങളെ ഭയന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡും ഇറാഖി എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ തൽക്കാലം യുദ്ധത്തിനില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.